ഫസ്റ്റ് ഹാഫിന്റെ ക്ഷീണം സെക്കൻഡ് ഹാഫ് തീർത്തു. അടിപൊളി സാധനം, മ്യൂസിക്കും ഫൈറ്റും അടിപൊളി. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ആയിപ്പോഴല്ല അമ്മാതിരി മാസ്. സെക്കൻഡ് ഹാഫ് അടിപൊളി എന്ന് പറയല്ല. സന്ദേശം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നമുക്ക് പേടിച്ചോടരുത് എന്നുള്ളൊരു സന്ദേശം. വളരെ ഒരു റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ എടുത്തതാണ്. ഭയങ്കര കറക്റ്റ് നിലമ്പൂര് നടക്കുന്ന കാര്യങ്ങൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട്. ഫസ്റ്റ് ഫിലിമാണ് ഫൈസിന്റെ. പക്ഷെ ഭയങ്കര രസമാണ്. കോമഡി ക്യാരക്ടർ പോലെയാണ് ചെയ്യണത്. പക്ഷെ എൻഡിൽ അങ്ങനത്തെ ട്വിസ്റ്റ് ഉണ്ട്. പക്ഷെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹക്കീംക്ക് സ്റ്റേജിൽ വരുമ്പോൾ മറ്റേ സാധനം ഫുൾ സ്ക്രീൻ മിക്കവാറും പടം കണ്ടിട്ട് ഒരു പ്രകടനമായിട്ട് തന്നെ റോഡിലേക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. മുദ്രാവാക്യം ഒന്ന് വിളിക്കാമോ? ഇവരൊക്കെ നമ്മളെ ചെറുപ്പം മുതലുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ പാടെ നമ്മളെ കൂടെ ഉണ്ടാവുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഗ്യാങ്, മലപ്പുറത്ത് നിന്ന് വന്നൊരു ഗ്യാങ് ഇപ്പോൾ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞങ്ങൾ സ്പോട്ട് യൂട്യൂബ് ചാനലുമായിട്ട് നിങ്ങൾ വിശേഷങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം നന്ദി. താങ്ക് യു. അടിപൊളിയാണ്, സൂപ്പറാണ്, അടിപൊളി പടം. ഹക്കീം വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടറാണ്. ഹക്കീമിനെ പല വേഷത്തിലും ഇതുവരെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അയാൾ നായകനായിട്ടൊരു മാസ് എൻട്രിയിൽ വരുന്നൊരു പടമാണ്. സോ ഇനി ഹക്കീമിന്റെ ഒരുപാട് നല്ല പരിപാടികൾ വരട്ടെ. ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളായിട്ടുള്ള ഒരു ആക്ഷൻ ചിത്രമാണ് കടകൻ. ഹക്കീം എന്ന് പറഞ്ഞ നടൻ ഒരു നായക സ്ഥാനത്തേക്ക് ഉദിച്ചു വരുന്ന ഒരു മലയാള ചിത്രം. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ചിത്രമാണ്. നല്ലൊരു മൂവിയാണ് എല്ലാവരും കണ്ടിരിക്കുന്ന നല്ലൊരു ചിത്രം. എന്താ തീർച്ചയായും നല്ലൊരു അഭിനയം തന്നെ. പ്രണയ് വിലാസിന് ശേഷം നല്ലൊരു ആക്ടിങ് കാണാൻ പറ്റി. അത് തന്നെയാണ് വലിയ നല്ല പടമാണ്. എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു. ആക്ടിങ്ങും എല്ലാം സൂപ്പറാണ്. ആക്ടിങ് സൂപ്പറാണ്.